നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും കൂട്ടി ജനക മഹാരാജാവും സദാനന്ദനും മിഥില രാജ്യത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് അദ്ദേഹം തനിക്ക് നടന്ന കുറച്ച് കഥകൾ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാഗം നടത്താൻ വേണ്ടിയിട്ട് ജനക മഹാരാജാവ് അവിടുത്തെ നിലം ഉഴുതുമറിക്കുകയായിരുന്നു. അങ്ങനെ ഉഴുതുമറിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു പെട്ടിക്കകത്ത് ഒരു കുഞ്ഞിനെ കിട്ടുകയാണ്, ഒരു പെൺകുട്ടിയെ. അദ്ദേഹത്തിന് ആ പെൺകുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാവും. അദ്ദേഹത്തിന് അതുവരെ വേറെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പം അദ്ദേഹം ആ കുഞ്ഞിനെ തൻ്റെ പുത്രിയായിട്ട് ദത്തെടുക്കുകയാണ്. സീത എന്ന് പേര് ഇട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് വർഷം കഴിഞ്ഞ് രണ്ടാമതൊരു പുത്രി ജനിച്ചു. ഊർമിള എന്ന പേരും ഇട്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനും 2 പെൺകുട്ടികളുണ്ടായി. അങ്ങനെ അവരെല്ലാവരുടെയും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടികൾ 4 പേരോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത് ഉരുണ്ട് ഒരു വില്ലിൻ്റെ അടിയിലേക്ക് കയറി പോവാണ്. ഈ വില്ല് എന്ന് പറഞ്ഞാൽ ജനക മഹാരാജാവിൻ്റെ പൂർവികനായ ദേവരാധന് ശിവഭഗവാൻ കൊടുത്തതാണ്. ത്രയംബകം എന്നാണ് ഈ വില്ലിൻ്റെ പേര്. അപ്പം ഈ വില്ല് മനുഷ്യർക്ക് ആർക്കും പൊക്കാൻ പറ്റില്ല. അത് സാക്ഷാൽ പരമശിവന് വേണ്ടി വിശ്വകർമാവ് സൃഷ്ടിച്ചതാണത്. അപ്പോൾ ഈ വില്ലിൻ്റെ അടിയിലേക്കാണ് ഈ പന്ത് കയറിപ്പോയത്. വേഗം സീത ഓടി വന്ന് ഒറ്റ കൈ കൊണ്ട് വില്ലെടുത്ത് പൊക്കി പന്ത് അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതന്ന് കണ്ടു നിന്നുകൊണ്ടിരുന്ന ജനക മഹാരാജാവ് വലിയ അത്ഭുതമായി. കാരണം ദേവന്മാർക്ക് ആർക്കും എടുത്ത് പൊക്കാൻ പറ്റാത്ത ഈ വില്ല് ഈ കൊച്ചുകുട്ടി എടുത്ത് പൊക്കി. അന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്, എൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് സീതയ്ക്ക് വിവാഹപ്രായമായപ്പോൾ അദ്ദേഹം സ്വയംവരം നടത്തുകയാണ്. അന്ന് ഈ സ്വയംവരത്തിന് വന്ന രാജാക്കന്മാർക്ക് ആർക്കും ഈ വില്ലെടുത്ത് പൊക്കാൻ പറ്റിയില്ല. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ രാവണൻ പോലും ഈ സ്വയംവരത്തിന് വന്നിരുന്നു. അദ്ദേഹത്തിന് ഈ വില്ലിൻ്റെ ഒരറ്റം ചെറുതായിട്ടൊന്ന് പൊക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ദേഷ്യപ്പെട്ട് നാണം കെട്ട് പോയി. കാരണം ഒരു വില്ലെടുത്ത് പൊക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന് നാണക്കേടായി എല്ലാ രാജാക്കന്മാർക്കും. അതിൽ ഒരാളുണ്ടായിരുന്നു സുധന്വൻ എന്ന് പറഞ്ഞ്. ആ രാജാവ് ജനക രാജാവിനെതിരായിട്ട് യുദ്ധം തുടങ്ങുകയാണ്. സംഘർഷ്യ മഹാരാജ്യത്തെയാണ് സുധന്വൻ. അന്ന് തോക്കുന്ന അവസ്ഥയായപ്പോൾ ജനക മഹാരാജാവ് നാട് വിട്ടുപോയി തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്ത് അത് കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ചെത്തി. വലിയ പടയോടെയാണ് എത്തി ഈ സുധന്വനെ തോൽപ്പിക്കുകയാണ്. എന്നിട്ട് ആ സംഘർഷ്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ജനകരാജാവിന്റെ അനിയനായ കുശധ്വജനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് കുശധ്വജൻ സംഘർഷ്യ മഹാരാജ്യത്തിന്റെ രാജാവായത്. അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വിശ്വാമിത്രൻ ജനക മഹാരാജാവിനോട് പറയുകയാണ്, രാമൻ ഈ വില്ല് കുലയ്ക്കാൻ പറ്റും. അപ്പൊ ജനകൻ പറയും, രാമൻ ഈ വില്ല് കുലച്ചു കഴിഞ്ഞാൽ സീതയെ രാമന് വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് ജനകൻ പറയാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറയും, എന്നാൽ ത്രയംബകം കൊണ്ടുവരാൻ പറയാണ്. അപ്പൊ 5000 പേര് ചേർന്നാണ് ഈ ത്രയംബകം വെച്ചിരിക്കുന്ന പെട്ടി വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണത് ഒന്ന് അനക്കാൻ. അത് ഇവരിയ്ക്കുന്നിടത്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുകയാണ്, ആ ത്രയംബകം എടുത്ത് കുലയ്ക്കാൻ പറയുകയാണ്. വിശ്വാമിത്രൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് നേരെ ചെന്ന് ശ്രീരാമൻ ആ വില്ലെടുക്കും. അതിൻ്റെ ഞാണ് കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഈ വില്ല് 2ആയിട്ട് ഒടിയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത്ര ശക്തിയാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. ഈശ്വരന്മാർക്ക് പോലും നേരെ തൊടാൻ പറ്റാത്ത ഈ ത്രയംബകം ശ്രീരാമൻ ഒരു മനുഷ്യന് പറ്റി എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പോൾ ജനകരാജാവിന് സന്തോഷമാവും, എൻ്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ പറ്റിയ ഒരാളായി എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇപ്പോൾ വിശ്വാമിത്രൻ പറയാണ്, എന്നാൽ ഈ വിവരം ദശരഥ രാജാവിനെ അറിയിക്കാൻ, അതായത് ശ്രീരാമൻ്റെ വിവാഹം നടത്താൻ പോവുകയാണെന്നുള്ളത് അറിയിക്കാൻ പറയുകയാണ്. അങ്ങനെ ആളെ വിടുകയാണ് അയോധ്യയിലേക്ക്. ഇതറിയുമ്പോൾ തന്നെ ദശരഥന് വലിയ സന്തോഷമാവാണ്. അങ്ങനെ ദശരഥൻ ഒരു വലിയ കൂട്ടത്തോടെ വരികയാണ് ഇങ്ങോട്ടേക്ക്. വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വരികയാണ് മിഥിലാപുരിയിലേക്ക്. എത്തിക്കഴിഞ്ഞ് വളരെ സന്തോഷമായി അവരെ അവിടെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കുകയാണ് ജനകരാജാവ്. അങ്ങനെ അവർ പിന്നീട് നിശ്ചയിക്കുകയാണ് ഈ വിവാഹം. അപ്പോൾ വിശ്വാമിത്രൻ പറയും, ഇവിടെ 4 പെൺകുട്ടികളുണ്ട്. ജനകരാജാവിൻ്റെ അനിയൻ്റെ പെൺമക്കളും കൂട്ടി 4 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ദശരഥനും ശ്രീരാമനെ പോലെ തന്നെ കേമന്മാരായ വേറെ 3 മക്കളും കൂടിയുണ്ട്. അപ്പോൾ ഈ 3 രാജകുമാരിമാരെയും ഈ 3 രാജകുമാരന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇവർ തൻ്റെ വംശത്തിൻ്റെ കഥകൾ പറയുകയാണ്. അപ്പോൾ ദശരഥൻ തൻ്റെ വംശത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ മരീചിയുടെ പുത്രനായ കശ്യപൻ,
കശ്യപന്റെ പുത്രനായ സൂര്യന് വേറൊരു പേരുകൂടിയാണ് വൈവാസ്വൻ. അങ്ങനെ വൈവാസ്വന്റെ പുത്രനായ വൈവാസ്വത മനുവിന് ജനിച്ച പുത്രനാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിൻ്റെയാണ് ഇക്ഷ്വാകു വംശം. അതായത് ഈ വംശം, ദശരഥന്റെ വംശം മുഴുവൻ ഇക്ഷ്വാകുവിൽ നിന്നാണ് തുടങ്ങിയത്. ഈ വംശത്തിന് വേറൊരു പേരുമുണ്ട്, രഘുവംശം എന്നുമുണ്ട്, സൂര്യവംശം എന്നുമുണ്ട്. ഇവര് സൂര്യനെ ഭജിച്ചത് കൊണ്ടാണ് സൂര്യവംശം എന്നും പേര് വന്നത്. അങ്ങനെ വംശത്തിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവര് വേറൊരു കഥ പറയുകയാണ്. ദശരഥന്റെ പൂർവികനായ അസിതന് 2 ഭാര്യമാരായിരുന്നു. ഒരു യുദ്ധത്തില് തോറ്റ് അസിതൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 2 ഭാര്യമാരും ഗർഭിണികളായിരുന്നു. അതില് രണ്ടാമത്തെ ഭാര്യ ആദ്യത്തെ ഭാര്യയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ച്യവനൻ എന്ന് പറഞ്ഞ മഹർഷി വന്ന് ഈ ആദ്യത്തെ ഭാര്യയെ രക്ഷിക്കുകയാണ്. അങ്ങനെ ആ ആദ്യത്തെ ഭാര്യയും കുഞ്ഞും രക്ഷപ്പെടും. ആ ആദ്യത്തെ ഭാര്യയ്ക്ക് ഉണ്ടായ പുത്രനാണ് സഗര മഹാരാജാവ്. പിന്നീട് സഗര മഹാരാജാവിൻ്റെ പിൻഗാമികളാണ് അയോധ്യ വാണത്. അങ്ങനെ അതിലൊരാളാണ് ദശരഥൻ. ഇപ്പോൾ ദശരഥന്റെ പുത്രന്മാർ. ഇവരുടെ വംശത്തിന്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ജനക മഹാരാജാവ് തൻ്റെ വംശത്തിന്റെ കഥ പറയുകയാണ്. അതായത് ജനകന്റെ പൂർവികനായ മിമിക്കുണ്ടായ മിഥി എന്ന് പറഞ്ഞ രാജാവാണ് ഈ മിഥിലാരാജ്യം സ്ഥാപിച്ചത്. അങ്ങനെ അവരുടെ വംശത്തിൽപ്പെട്ട ഹ്രസ്വരോമൻ എന്ന് പറഞ്ഞ രാജാവിന് ജനിച്ച പുത്രന്മാരാണ് ജനകനും കുശധ്വജനും. അപ്പൊ ഈ ജനകൻ എന്നുള്ളത് അവിടുത്തെ രാജ്യത്തിലെ രാജാവിന്റെ സ്ഥാനപ്പേരാണ്. അങ്ങനെ അവരവരുടെ വംശത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ വിവാഹ ദിവസമായപ്പോൾ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കും, ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം കഴിക്കും, ഭരതൻ മാണ്ഡവിയെ വിവാഹം കഴിക്കും, ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ വിവാഹം കഴിക്കും. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. വിവാഹമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വിശ്വാമിത്രൻ പറയാണ്, ഞാൻ ഇനി തിരിച്ച് ഹിമാലയത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് വിശ്വാമിത്രൻ യാത്രയാവാണ്. ഇവരും അയോധ്യയിലേക്ക് യാത്രയാവാണ്. അങ്ങനെ ഇവര് അയോധ്യയിലേക്ക് പോവാണ്. കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കാർമേഘം കൊണ്ട് മൂടുകയാണ് ആകാശം. കിളികളും പക്ഷികളും ഒക്കെ വല്ലാതെ ചിലയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഏറ്റവും മുമ്പിൽ പോകുന്ന രഥം, അതായത് ദശരഥന്റെ രഥത്തിൽ മുമ്പിലായിട്ട് ഒരു മാൻ മറികടക്കുകയാണ്. ഇടത് ഭാഗത്തു നിന്ന് മറികടക്കുകയാണ് ഈ മാൻ. അപ്പോൾ വസിഷ്ഠൻ പറയാണ്, ഇടത് ഭാഗത്തു നിന്ന് മാൻ മറികടന്നത് ഈ എന്താണോ നടക്കാൻ പോകുന്നത് അതിന് ശുഭമായിട്ടുള്ള അന്ത്യമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തോ ഒന്ന് വരുന്നുണ്ട്, അതാണ് ഈ കിളികളും പക്ഷികളും ഒക്കെ ഇങ്ങനെ ചിലയ്ക്കുന്നത്. അപ്പൊ എന്തോ ഒരു ഭയാനകമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ പോവാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുമ്പിൽ പരശുരാമൻ പ്രത്യക്ഷപ്പെടുകയാണ്. അത് പരശുരാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ്. അപ്പോൾ പരശുരാമൻ വരുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവും. അപ്പോൾ ദശരഥൻ വസിഷ്ഠനോട് ഇങ്ങനെ പറയാണ്, പണ്ട് സ്വന്തം അച്ഛനെ കൊന്നതിൻ്റെ ദേഷ്യം തീർക്കാൻ ക്ഷത്രിയ വംശത്തിനെ 21 തവണ ഇല്ലാതാക്കിയതാണ് പരശുരാമൻ. അപ്പോൾ ഇനി ഇപ്പോഴും അതൊക്കെ തന്നെയാണോ സ്വഭാവം എന്ന് ചോദിക്കുകയാണ് വസിഷ്ഠനോട് ദശരഥൻ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അന്നിച്ച് നിൽക്കുകയാണ് പരശുരാമൻ വരുന്ന കണ്ടിട്ട്. പരശുരാമൻ ശ്രീരാമനെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ജമദഗ്നിയുടെ പുത്രനാണ്. പണ്ട് കാർത്തവീര്യാർജുനൻ, അത് മഹിഷ്മതിയുടെ രാജാവ് എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷത്രിയ വംശത്തിനെ മുഴുവൻ ഇല്ലാതാക്കിയതാണ് 21 തവണ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ അറിഞ്ഞു നീ ത്രയംബകം പൊടിച്ചു എന്നുള്ളത്. അത് മനുഷ്യർക്കാർക്കും അത് മനുഷ്യർക്കാർക്കും തൊടാൻ പോലും പറ്റുന്ന കാര്യമല്ല. അത് പൊക്കാൻ പറ്റാത്തൊരു വില്ലാണത്. അപ്പോൾ അത് 2 ആക്കി ഒടിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അത് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. എന്താണ് നിന്റെ നിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതെന്ന് പറയാം. എന്നിട്ട് പറയുകയാണ്, ഈ ത്രയംബകത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണ്ട് പരമശിവന് ത്രിപുരനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ത്രിപുരൻ എന്ന് പറഞ്ഞ രാക്ഷസനെ കൊല്ലാൻ വേണ്ടി വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ് ഈ ത്രയംബകം എന്ന് പറഞ്ഞ ഈ വില്ല്. അപ്പോൾ ആ വില്ല് ശിവഭഗവാന് മാത്രമല്ലാതെ വേറെ ആർക്കും അത് പൊക്കാൻ പറ്റില്ല. അപ്പോൾ നീ അത് 2 ആക്കി ഒടിച്ചു. അപ്പോൾ ആരാന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് പറയാം. എന്നിട്ട് വേറൊരു വില്ല് കാണിച്ചിട്ട് പറയാണ്, ഇതും അതേ സമയത്ത് വിശ്വകർമാവ് വിഷ്ണുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വില്ല് നീ കുലച്ച് കാണിക്കുകയാണെങ്കിൽ, അതായത് കുലച്ചിട്ട് ഇതിനകത്ത് അമ്പ് നീ വെച്ച് നീ അമ്പ് ചെയ്ത് കാണിക്കണം. അമ്പ് ചെയ്ത് കാണിച്ചാൽ നീ കേമനാണെന്നുള്ളത് ഞാൻ സമ്മതിക്കാമെന്ന് പറയുകയാണ്. ഇപ്പോൾ കുറേ നേരമായി പരശുരാമൻ പറയുന്നതൊക്കെ ശ്രീരാമൻ കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീരാമൻ തൊഴുതുകൊണ്ട് പറയാണ്, അങ്ങ് ആരാന്നുള്ളത് എനിക്കറിയാം. അങ്ങ് വിശ്വാമിത്രന്റെ ബന്ധുവാന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല.
ഞാൻ അങ്ങേ അപമാനിക്കുന്നില്ല, അത് എനിക്ക് അതിൻ്റെ ഒരു ബഹുമാനവുമുണ്ട് എനിക്ക്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വിശ്വാമിത്രന്റെ സഹോദരിയുടെ പുത്രനായ ജമദഗ്നിയുടെ പുത്രനാണ് പരശുരാമൻ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ശ്രീരാമൻ പറയാണ്, പക്ഷേ എനിക്ക് ധൈര്യമില്ലാത്തവനാണെന്ന് വിചാരിക്കരുതെന്ന് പറയാണ്. എന്നിട്ട് ഈ വില്ല് വാങ്ങിച്ച് ഈ വില്ല് കുലച്ച് ഇതിൽ അമ്പ് വെക്കുകയാണ് കൃത്യമായിട്ട്. ഇത് കാണുമ്പോഴേക്കും പരശുരാമന് വല്ലാത്ത സന്തോഷമാവും. കാരണം വിചാരിച്ചില്ല ഇത്രയും കഴിവുള്ള ആള് തന്നെയാണ് വന്നേക്കുന്നതെന്ന് വിചാരിച്ചില്ല, അദ്ദേഹം മനസ്സിലാക്കിയുമില്ല അത്. അപ്പൊ ഈ നടക്കുന്ന പരശുരാമന്റെയും ശ്രീരാമന്റെയും ഇടയ്ക്ക് നടക്കുന്ന ഇത് കാണാൻ വേണ്ടി ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും വലിയൊരു സംഭവമാണ് മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരവും 7ാമത്തെ അവതാരവും തമ്മിലുള്ള ഒരു പോര്. അത് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോഴേക്കും പരശുരാമന് മനസ്സിലാവുകയാണ് ഞാൻ തന്നെയാണ് ഇതെന്നുള്ളത്. അതായത് അദ്ദേഹം തന്നെയാണ് ശ്രീരാമൻ എന്നുള്ളതും രണ്ടുപേരും വിഷ്ണു ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അദ്ദേഹം പറയും, എനിക്ക് സന്തോഷമായി, അപ്പോൾ കേമനായിട്ടുള്ള ആൾ തന്നെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്, ഞാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമൻ ഈ അമ്പ് എയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ഇദ്ദേഹം പരശുരാമൻ പോയി കഴിയുമ്പോൾ ഈ കാർമേഘമൊക്കെ മാറും, എല്ലാവർക്കും സമാധാനമായി. ക്ഷത്രിയന്മാരെ നശിപ്പിക്കാൻ വേണ്ടി വന്നല്ല അദ്ദേഹം എന്നുള്ള മനസ്സിലായി. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷമായിട്ട് അയോധ്യയിലേക്ക് ചെല്ലണം. അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാത്തു നിൽക്കുകയാണ് അമ്മമാര് 3 പേരും, കൗസല്യയും കൈകേയും സുമിത്രയും. അവരെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കേകയ രാജ്യത്തു നിന്ന് യുദ്ധാജിത്ത് വരികയാണ്. അത് വന്നിട്ട് പറയുകയാണ്, ഭരതനെ തൻ്റെ മുത്തശ്ശനെ കാണണം, അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ദശരഥൻ പറയാം, എന്നാൽ പൊക്കോളൂ, ഭരതൻ അങ്ങോട്ട് പൊക്കോളാൻ പറയാം കേകയ രാജ്യത്തിലേക്ക്. അപ്പോൾ ഭരതനും ശത്രുഘ്നനും കൂടി കേകയ രാജ്യത്തിലേക്ക് പോവുകയാണ് തൻ്റെ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട്. പിന്നീട് അവിടെ രാമലക്ഷ്മണന്മാരും അവരുടെ ഭാര്യമാരുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ രാമനും സീതയും വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. രാമൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് സീതയ്ക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ വർഷങ്ങളോളം അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇതിഹാസവാചകരുടെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.